ഹലോ ആയിഷാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ലക്കിടി തന്നെയുള്ള നമ്മുടെ ടെൻസാനിയ അഡ്വഞ്ചർ പാർക്കിലേക്കാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇവിടെ വന്ന് പോകുക. ആ പട്ടിപ്പൊടി കാഴ്ചകളാട്ടോ ഇതിനുള്ളിൽ കാണാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ഇട്ട്, ഇതിലൂടെയാണ് നമ്മൾ എൻട്രി. അപ്പോൾ ഇവിടുന്ന് പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലൂടെ കയറുന്ന സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു വൈബാട്ടോ ഇതിനുള്ളിൽ. ഞങ്ങൾ ഫസ്റ്റ് ചെല്ലുന്നത് കിഡ്സ് പാർക്കിലേക്കാണ്. ഇതാണ് കിഡ്സ് പാർക്ക്. കുട്ടികൾക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. പിന്നെ ഒരുപാട് ഷോപ്പുകൾ പല ഐറ്റംസ് ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മളെ തേയിലപ്പൊടി, അതുപോലെ കോപ്പ, ഫാൻസികൾ, ബേക്ക് ഐറ്റംസ്, തേൻ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു അഡ്വഞ്ചർ പാർക്കാട്ടോ ഇത്. ഇപ്പോൾ നമ്മളൊന്ന് ഈ വയനാട് വിസിറ്റ് ചെയ്യുന്നവർ ഒരുവിധ ആൾക്കാരൊന്നും ഇത് അറിയലുണ്ട്. കാരണം ഇത് നമ്മൾ നേരെ പോവലാണല്ലോ വയനാട് കയറിയാൽ. അപ്പോൾ ഇവിടെ ഇതാക്കണ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ പറഞ്ഞാൽ ഒരുപാട് ആൾ. ഇതിനുള്ളിൽ തന്നെ നമുക്ക് വാഹന സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ബാത്റൂമായിട്ടും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ കയറാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് പോവുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ രാത്രി ആയിട്ട് രസം കാണാൻ. പകൽ ഞാൻ വന്നിട്ടില്ല, പകലത്തെ എനിക്കറിയില്ല. പക്ഷെ രാത്രി അടിപൊളി വൈബാട്ടെ ഇവിടെ. ഈ ലൈറ്റിൻ്റെ വെളിച്ചവും ഒക്കെ പാടാകുമ്പോൾ രാത്രി നല്ലൊരു പാങ്ങാണല്ലോ കാണാൻ. അപ്പം ഞാൻ രാത്രിയത്തെ കഥാട്ടോ പറഞ്ഞ്, പകലത്ത് എനിക്ക് വലിയ ഇതില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ 6 മണി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. വയനാട് ഒരുപാട് വട്ടം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു സ്ഥലം ഞാൻ വയനാട് കണ്ടില്ല കേട്ടോ. വയനാട് ഇങ്ങനെ മുന്നോട്ട് പോവല്ലാതെ നമ്മുടെ ലക്കിടിയുള്ള ഈ ഒരു പാർക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുപിട്ടാട്ടോ. അങ്ങനെ ഞാൻ കയറി നോക്കി. അപ്പം എനിക്ക് വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഇതിലൂടെ വയനാട്ടിലൂടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കയറി നോക്കുക. വെക്കേഷനൊക്കെ വരുന്നത്, അല്ല വെക്കേഷനാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടേക്കൊന്ന് ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടേക്കൊന്ന് കയറി നോക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്ന കുട്ടികൾക്ക് നല്ല പോലെ കളിക്കാൻ പറ്റിയ അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ വാട്ടർ തീം പാർക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു കൂട്ടം ഡ്രസ്സൊക്കെ ആയിട്ട് വന്നാൽ കുട്ടികൾക്ക് അടിച്ച് പൊളിച്ച് കളിക്കട്ടോ അവിടുന്ന്. അപ്പോൾ വലിയവർക്ക് വാട്ടർ തീം പാർക്കിൽ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ചെറിയ കുട്ടികൾ തന്നെ കേട്ടോ. കണ്ണ് പറ്റ ചെറുതല്ല, കുട്ടികൾ ഒരു 10, 12, 13, 14 വയസ്സ് ആ ഒരു വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ കയറിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടി നിങ്ങളെ മുന്നിലൂടെ എത്തിക്കണം തോന്നി. അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച്. അപ്പം പുതിയൊരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബായ്.